മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കാസർഗോഡ് മേൽപ്പറമ്പിൽ 16 വയസ്സുകാരിയെ 25 വയസ്സുകാരി പീഡിപ്പിച്ച കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 16-കാരിയുടെ അമ്മയുടെ സുഹൃത്തായ പ്രതി സ്നേഹ മെർലിൻ 1 വർഷം അവരുടെ വീട്ടിൽ താമസിച്ചു. അതിനിടയ്ക്ക് പലതവണ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. അമ്മ വീട്ടിലുള്ളപ്പോഴും പീഡനം നടന്നുവെന്ന് പെൺകുട്ടിയുടെ മൊഴി. പെൺകുട്ടിയുടെ അമ്മ ലഹരി വിൽപ്പന കേസിലെ പ്രതിയാണ്. കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട് അച്ഛൻ ജയിലിലാണ്. അരുൺ പൂപ്പറമ്പ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഈ 16 വയസ്സുകാരിയെ 25 വയസ്സുകാരി പീഡിപ്പിച്ച കേസിൽ ഓരോ നിമിഷവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1 വർഷത്തോളം ഈ സ്ത്രീ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. അപ്പോൾ ഈ പീഡനത്തിന് അമ്മയുടെ അറിവും കൂടി ഉണ്ടായിരുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആര്യ, തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത്. 1 വർഷം മുമ്പാണ് ഈ 16-കാരിയുടെ അമ്മ മറ്റൊരു ലഹരി കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞത്. കണ്ണൂരിലെ ജയിലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് മറ്റൊരു പോക്സോ കേസിൽ പ്രതിയായി ഈ സ്നേഹ മെർലിൻ അവിടെ തടവിൽ കഴിയുകയും ചെയ്തിരുന്നു. കണ്ണൂരിലെ ജയിലിൽ കഴിഞ്ഞിരുന്നു. ഇവർ ഒരു സെല്ലിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഘട്ടത്തിലാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത്. അതിനുശേഷം ജയിലിൽ നിന്ന് ഇവർ പുറത്തിറങ്ങി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഈ സ്നേഹ മെർലിൻ കാസർഗോഡ് മേൽപ്പറമ്പിലുള്ള ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിലെത്തി 1 വർഷക്കാലം അവിടെ ആ വീട്ടിൽ താമസിച്ചു എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കാലയളവിലാണ് നിരന്തരമായി സ്ഥിരമായി ഈ പെൺകുട്ടിയെ 16 വയസ്സുള്ള പെൺകുട്ടിയെ സ്നേഹ മെർലിൻ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഒടുവിൽ ഈ പിതാവും, അതായത് ഈ 16-കാരിയുടെ പിതാവും തന്റെ മകളെ ലൈംഗികമായി പീഡിപ്പിച്ച എന്നൊരു പരാതി ഉയർന്നു. അതിൽ ആ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആ കാലയളവിലാണ് ചൈൽഡ് ലൈൻ ഈ കുട്ടിയെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരത്തെ ഷെൽട്ടർ ഹോമിലേക്ക് ഈ പെൺകുട്ടിയെ മാറ്റി. ആ ഷെൽട്ടർ ഹോമിൽ നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് ഈ സ്നേഹ മെർലിൻ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. ആ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നിലവിൽ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്നേഹ മെർലിൻ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയിട്ടാണുള്ളതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ആ സ്നേഹയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചു വരുന്നത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിനു മുമ്പ് പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഈ സ്നേഹ മെർലിൻ എന്ന് പറയുന്നത്. സ്നേഹ ഈ അമ്മയുടെ കൂട്ടുകാരിയായി വീട്ടിലെത്തി 1 വർഷത്തോളം ആ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.